ചുർമാൽപ്പ ഇപ്പോൾ ഗംഗാബാലി പുഴയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഒരുപക്ഷെ ഏറ്റവും ആത്മാർത്ഥമായി സഹകരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് ഈശ്വർ മാൽപ്പെ എന്നൊരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളിയാണ്. അദ്ദേഹം സ്വന്തം മനസ്സുകൊണ്ട് ഇവിടേക്ക് എത്തി തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഭാഗമായി ആദ്യമായി തന്നെ ഈ ഗംഗാബാലി പുഴയിലേക്ക് ആഴ്ന്നിറങ്ങാൻ തയ്യാറായ വ്യക്തിത്വമാണ് ശ്രീമാൻ ഈശ്വർ മാൽപ്പെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തിരച്ചിലിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി തന്നെ അർജുനും ആ ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിലിൽ ഭാഗമാക്കാവുന്നു എന്നുള്ളതാണ്. ഇന്നലെയാണ് അദ്ദേഹം വീണ്ടും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിരച്ചിൽ. ഇന്ന് വീണ്ടും രാവിലെ തന്നെ 8:30 തന്നെ അദ്ദേഹം അവിടെ എത്തിയെങ്കിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കാൻ അല്പം വൈകി. അതുകൊണ്ടാണ് ഇതിപ്പോൾ 10 മണിക്ക് അദ്ദേഹം വീണ്ടും തിരച്ചിലിൻ്റെ ഭാഗമാവുന്നത്. SDRFിൻ്റെയും NDRFിൻ്റെയും ഒക്കെ ഭടന്മാരെ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഈശ്വർ മാൽപ്പെ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സാധാരണ മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർ അവിടെ ബോട്ടുമായി കാത്തുനിൽപ്പുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക എമർജൻസി സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈശ്വർ മാൽപ്പയ്ക്ക് രക്ഷയ്ക്കെത്താൻ വേണ്ടിയാണ് NDRFിൻ്റെയും SDRFിൻ്റെയും അടക്കം ഭടന്മാർ അവിടെ കാത്തു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയോടൊപ്പം പ്രവർത്തിക്കുന്ന സാധാരണ മത്സ്യബന്ധന തൊഴിലാളികളെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതോ ദൂരത്തുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു സഹജീവിക്ക് വേണ്ടിയുള്ള ഈശ്വർ മാൽപ്പയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരുപക്ഷെ മറ്റ് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളെക്കാളൊക്കെ ഹൃദയഹാരിയായി തോന്നുന്ന ചില നിമിഷങ്ങളാണ്. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഈ തിരച്ചിലിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തുകയും തൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ജീവൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനത്തിലേക്ക് ഈശ്വർ മാൽപ്പ എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഏതൊരു മനുഷ്യജീവിയെ സംബന്ധിച്ചും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഗംഗാബാലി പുഴയുടെ അടിയോളങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഷമ്മി, ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഗംഗാവാലിയുടെ ആഴങ്ങളിൽ ഊളിയിട്ട് പരിശോധന നടത്തുകയാണ്. ആദ്യ ഡൈവിംഗ് ഇപ്പോൾ 2 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. ഈ ഒരു ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്താണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ആഴത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നത്. ആവശ്യമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കി കയർ കൊണ്ട് ഈശ്വർ മാൽപ്പയെ ബന്ധിച്ച് മാൽപ്പയുടെ സംഘവും കരയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 മത്സ്യബന്ധന ബോട്ടുകൾ തൊട്ട് താഴെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ സംഘം മാത്രമാണ് ഇപ്പോൾ ഗംഗാവാലിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെയും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടില്ല. കരയിൽ ഇവരെല്ലാം ഉണ്ടെങ്കിലും നദിയിലേക്ക് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ജില്ലാ കളക്ടർക്കും മറ്റും വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഈശ്വർ മാൽപ്പെ നേരത്തെ അതിൻ്റെ നിലപാട് അറിയിച്ചിരുന്നു. അധിക നേരം ആർക്കും വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല. കാരണം ഈ കാലാവസ്ഥ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ഈശ്വർ മാൽപ്പെ രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണെന്ന് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഈ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പരിശോധന നടത്തുന്നത്, മുങ്ങാൻകുഴിയിട്ട് പരിശോധന നടത്തുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഈ ഒരു ദൗത്യത്തെ കാണുന്നത്, ഈശ്വർ മാൽപ്പയെ കാണുന്നത്. ഈശ്വർ മാൽപ്പെ അതിസാഹസികനാണ്. ആദ്യഘട്ട തിരച്ചിൽ നടക്കുമ്പോൾ ഗംഗാവാലി പുഴ കരകവിഞ്ഞ് ഒഴുകുകയും അതോടൊപ്പം തന്നെ കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴയിലേക്കാണ് ഭയമേതുമില്ലാതെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ഈശ്വർ മാൽപ്പെ ഊളിയിട്ടത്. അന്ന് എല്ലാ സംവിധാനങ്ങളും ഈശ്വർ മാൽപ്പയെ തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം സ്വയം സന്നദ്ധനായി അന്ന് ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിടുകയായിരുന്നു. അന്ന് സ്വന്തം റിസ്കിലാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം രേഖാമൂലം എഴുതി നൽകിയതിന് ശേഷമാണ് ഈശ്വർ മാൽപ്പെ അന്ന് കുത്തിയൊഴുകുന്ന ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ വീണ്ടും ഈ രക്ഷാദൗത്യം അതിൻ്റെ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈശ്വർ മാൽപ്പെ ഈ കരയിൽ കാത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം കാത്തു നിൽക്കുമ്പോൾ ഈശ്വർ മാൽപ്പെ ഈ ഗംഗാവാലി നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും 4 മിനിറ്റ് ആദ്യ ഡൈവിംഗ് ഇപ്പോൾ 4 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പെ നദിയുടെ ആഴങ്ങളിലേക്ക് പോയിട്ട് 4 മിനിറ്റായി. ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇത്. കാരണം
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം സാങ്കേതികമായി പലതരത്തിലുള്ള സൂചനകൾ ലഭിച്ചെങ്കിലും മനുഷ്യ സാന്നിധ്യം കൊണ്ട് ഒരിക്കലും അത് അവിടെ എത്തി എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മെറ്റലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിലെ തിരച്ചിലിൻ്റെ പുരോഗതിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇന്നലെ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഈശ്വർ മാൽപേ ഗംഗാ നദിയുടെ ആഴങ്ങളിൽ നിന്നും 30 കിലോയോളം ഭാരമുള്ള ഭാരത് ബെൻസിൻ്റെ ഹൈഡ്രോളിക് ജാക്കി പൊക്കിയെടുത്തുകൊണ്ട് ആ ദൗത്യത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് കൈവരിച്ചത്. അത് ഭാരത് ബെൻസിൻ്റേതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെയാണ് ഈ തിരച്ചിലിൽ കൂടുതൽ പ്രതീക്ഷ കൈവരുകയും ചെയ്തത്. ഈ ഭാഗത്ത് തന്നെ അർജുൻ്റെ ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഈശ്വർ മാൽപേ പങ്കുവെക്കുകയും ചെയ്തത്. വലിയ ആത്മവിശ്വാസമാണ് രാവിലെ ഈശ്വർ മാൽപേ പങ്കുവെച്ചത്. അദ്ദേഹം ഇപ്പോൾ ഗംഗാവാലിയുടെ ആഴങ്ങളിലുള്ള പരിശോധന നടത്തുന്നു. ആദ്യ ഡൈവിങ് 5 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു നീക്കം ദൂരെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈശ്വർ മാൽപേ മുങ്ങാങ്കുഴിയിടുന്ന ഭാഗത്ത് മുകളിലായി ഓളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 10 മീറ്ററോളം മുന്നോട്ട് നീങ്ങിയാണ്. അതായത് ഇന്നലെ ഈ ട്രക്കിൻ്റെ ജാക്ക് കണ്ടെത്തിയ ഭാഗത്തേക്ക് തന്നെയാണ് ഈശ്വർ മാൽപേ നീങ്ങുന്നത് എന്നുള്ളത് മുകളിലുള്ള ഓളപ്പരപ്പിൽ നിന്നും അവിടെയുള്ള വ്യത്യാസം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേക്ക് പൂർണ്ണ സുരക്ഷയൊരുക്കിക്കൊണ്ട് ഈശ്വർ മാൽപേയുടെ സംഘത്തിലുള്ളവർ കരയ്ക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 മുങ്ങൽ വിദഗ്ധർ കൂടി മാൽപേയുടെ സംഘത്തിലുള്ള 2 പേർ കൂടി വൈകാതെ തന്നെ ഈ ദൗത്യത്തിനൊപ്പം ചേരും. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപേയുടെ സംഘത്തിലെ 3 പേരായിരിക്കും ഗംഗാവാലി നദിയിലുള്ള ഈ ഡൈവിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ നേവിയുടെ ഉദ്യോഗസ്ഥർ കൂടി, നേവി സംഘം കൂടി എത്തിയാൽ വലിയൊരു പുരോഗതി ഇതിന് കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ 8:30-ക്ക് ആരംഭിക്കേണ്ടിയിരുന്ന ദൗത്യമാണ് 10 മണിക്ക് ശേഷം തുടങ്ങാനായത്. കാരണം രാവിലെ തന്നെ ഈശ്വർ മാൽപേ സന്നദ്ധത അറിയിച്ച് ഇവിടെ എത്തിയിരുന്നെങ്കിലും ഈശ്വർ മാൽപേക്ക് ആ ഘട്ടത്തിൽ ഗംഗാവാലിയിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. 10 മണിയോടുകൂടിയാണ് അനുമതി ലഭിക്കുകയും ഇപ്പോൾ ഈ തിരച്ചിൽ ഗംഗാവാലിയുടെ ആഴങ്ങളിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നേരത്തെ ഒരു തവണ ഗംഗാവാലിയിൽ ഇറങ്ങി മുങ്ങി പരിശോധന നടത്തിയ ആളാണ് ഈശ്വർ മാൽപേ. ഇപ്പോൾ ഗംഗാവാലി നദിയിൽ അനുകൂല സാഹചര്യം ഉള്ളത്. അടിയൊഴുക്ക് 2 നോട്ട്സിൽ താഴെയാണ്. ഒരു സാധാരണ നിലയിൽ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് ഇപ്പോൾ ഗംഗാവാലി നദി. തിരച്ചിലിൻ്റെ ആദ്യഘട്ടം നടക്കുമ്പോൾ കുത്തിയൊഴുകുന്ന ഒരു ഗംഗാവാലി, കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഗംഗാവാലിയാണെങ്കിൽ ഇപ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളമുള്ള ഗംഗാവാലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിലിന് കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് ഇത് എന്നുള്ള കാര്യം ഈശ്വർ മാൽപേ സൂചിപ്പിക്കുന്നത്. ഗംഗാവാലി നദിയുടെ സ്വഭാവം രാവിലെ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഉച്ചയ്ക്ക് ശേഷം ജലനിരപ്പ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഈ രാവിലെയുള്ള സമയത്ത് പരമാവധി ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈശ്വർ മാൽപേ ശ്രമിക്കുന്നത്. ഈശ്വർ മാൽപേ ഇപ്പോഴും ആദ്യ ഡൈവിങ്ങിന് ശേഷം മുകൾ പരപ്പിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ ഡൈവിങ് 7 മിനിറ്റിലധികം പിന്നിട്ടിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തിരച്ചിലിന് പുരോഗതി ഉണ്ടാക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈശ്വർ മാൽപേ ഇന്ന് ഗംഗാവാലിയിലേക്ക് ഊളിയിട്ടിട്ടുള്ളത്. ആ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. തിരച്ചിലിൻ്റെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടാകും എന്നുള്ള, എന്തെങ്കിലും തരത്തിൽ ഇന്ന് കൂടുതൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈശ്വർ മാൽപേ സംഘത്തിലെ മറ്റൊരു ഡൈവിംഗ് മുങ്ങൽ വിദഗ്ധൻ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഗംഗാവാലിയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഈശ്വർ ഈശ്വർ മാൽപേ സംഘത്തിലെ മറ്റൊരു മുങ്ങൽ വിദഗ്ധൻ കൂടി, ഒരു സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ ഒരാൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈശ്വർ മാൽപേയെ കൂടാതെ ഇന്ന് 2 പേർ കൂടി ഉണ്ടാകും എന്ന് നേരത്തെ മാൽപേ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഒരാൾ കൂടി ഇപ്പോൾ ഇതിനോടകം തന്നെ ഗംഗാവാലിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതേസമയം തന്നെ ഈ മാൽപേയുടെ ഡൈവിംഗ് ഇപ്പോൾ 8 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഗംഗാവാലിയുടെ ആഴങ്ങളിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഈശ്വർ മാൽപേ നടത്തുന്നത്. അർജുനും തദ്ദേശീയരായിട്ടുള്ള 2 പേരും ഇപ്പോൾ ഇവിടെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിനാണ് ഈശ്വർ മാൽപേ നേതൃത്വം നൽകുന്നത്. അതിസാഹസികമായി തന്നെ ഗംഗാവാലി നദിയിൽ ഈ മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേ എന്ന മുങ്ങൽ വിദഗ്ധൻ കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമായി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ അർജുനെ കണ്ടെത്താൻ, അർജുൻ്റെ ലോറി കണ്ടെത്താൻ. ആ തിരച്ചിലിന് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാക്കിയത്, വഴിത്തിരിവുണ്ടാക്കിയത് ഈശ്വർ മാൽപേ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തിരച്ചിലിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30 ഗംഗാവാലിയുടെ ആഴങ്ങളിൽ നിന്നും അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഹൈഡ്രോളിക് ജാക്കുമായാണ് ഈശ്വർ മാൽപേ ഉയർന്നു വന്നത്. അത് വലിയ പ്രതീക്ഷ ഈ തിരച്ചിലിന്, ഈ ദൗത്യത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈശ്വർ മാൽപേയുടെ സംഘത്തിലേക്ക് കൂടുതൽ പേരെത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്.